ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ഏറെ നാളായി പ്ലാൻ ചെയ്തിരുന്ന നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനായ വാൽപ്പാറയിലേക്കാണ്. അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് രാവിലെ 6 മണിക്ക് തുറക്കും. അതിനാലാണ് നമ്മൾ ഏർലി മോർണിംഗ് യാത്ര തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കടന്ന് മലക്കപ്പാറ റൂട്ട് വഴി ഷോളയാർ ഫോറസ്റ്റും കടന്നാണ് നമ്മൾ വാൽപ്പാറയിലേക്ക് പോകുന്നത്. ഷോളയാർ ഫോറസ്റ്റ് വഴി പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശവും മരങ്ങളുടെ ഇടയ്ക്ക് കേൾക്കുന്ന പക്ഷികളുടെ ശബ്ദം പ്യുവർ നാച്ചുറൽ ഫീൽ ആസ്വദിക്കാവുന്നതാണ്. യാത്ര തുടർന്നപ്പോൾ വഴിയിലൊരു ആൺമയിലിനെ കണ്ടു. ആ നീല നിറം സൂര്യപ്രകാശത്തിൽ ഒന്ന് ഷെയിൻ ചെയ്യുന്ന പോലെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ഓഫ് വാട്ടർഫാൾസിലെത്തി. ചുറ്റും മുഴുവൻ കട്ടക്കാടുകൾ, പച്ചപ്പും നിശബ്ദതയും, ശരിക്കും പ്രകൃതിയുടെ ഇടയിൽ നിൽക്കുന്ന പോലെ ഒരു ഫീൽ. അവിടെ നിന്ന് ഞങ്ങൾ വാൽപ്പാറയിലേക്ക് യാത്ര തുടർന്നു. ഹലോ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോകുന്ന വഴി അലിയാർ ടു വാൽപ്പാറ ഘാട്ട് റോഡിലുള്ള ഒരു ടീ എസ്റ്റേറ്റ് ഏരിയയിലെ നടുവിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കോം ഫീൽ കിട്ടും, നാച്ചുറൽ സൗണ്ട്. ഇതിൻ്റെ മിഡിലിൽ ഒരു ചെറിയ ബോർഡ് വാട്ടർഫാൾ എന്ന്. പക്ഷേ ഈ വാലിക്കുള്ളിൽ ഒരു ഹിഡൻ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. വാൽപ്പാറയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഇങ്ങനൊരു സ്പോട്ട് കിട്ടിയാൽ ജസ്റ്റ് സ്റ്റോപ്പ് ആൻഡ് എൻജോയ് ദി വ്യൂ മൺസൂൺ. അത് തന്നെ ഈ ട്രിപ്പിൻ്റെ ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറയിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പോൾ നമ്മൾ വാൽപ്പാറ 32ാമത്തെ ഹെയർപിൻ വളവിലാണ് എത്തിയിരിക്കുന്നത്. 32 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വളവ് കൗണ്ട് ഡൗൺ പോലെ ഓരോ വളവും കുറയുന്നു. നമ്മൾ 26ാമത്തെ വളവും 25ാമത്തെ വളവും 24ാമത്തെ വളവും കഴിഞ്ഞ് 13ാമത്തെ വളവിലാണ് എത്തിയിരിക്കുന്നത്. ഒരു സൈഡ് മുഴുവൻ വാലി, മറ്റേ സൈഡ് ഡെൻസ് ഫോറസ്റ്റ്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ കിട്ടും. വാൽപ്പാറ ട്രിപ്പിൻ്റെ ഏറ്റവും ത്രില്ലിംഗ് പാർട്ട് തന്നെ ഇതാണ്. ഒരു കാട്ടുപന്നി ക്രോസ് ചെയ്തപ്പോൾ ഒരു ഭംഗിയുള്ള പെൺമയിലിനെ കൂടി ഞങ്ങളവിടെ കണ്ടു. ചുരം തിരിച്ചിറങ്ങി അതിരപ്പള്ളിക്ക് തിരിച്ചു വരുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂമെൻറ്റ്. റോഡ് സൈഡിൽ തന്നെ ഒരു ചെറിയ ആനയും ആനക്കുഞ്ഞുങ്ങളും നിൽക്കുന്നത് കണ്ടു. ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തു, ഡിസ്റ്റർബ് ചെയ്യാതെ ജസ്റ്റ് ഒബ്സർവ് ചെയ്തു നിന്നു. ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് യാത്രയുടെ യഥാർത്ഥ സൗന്ദര്യം. ഹൃദയത്തിൽ തൊട്ട് നിൽക്കുന്ന ഒരു ഓർമ്മ. യാത്ര തിരിച്ച് വൈകുന്നേരം 6 മണിയായപ്പോൾ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ തിരിച്ചെത്തി. 6 മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചു വിട്ടില്ല. ഇതുപോലത്തെ നല്ല യാത്ര അനുഭവം അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം.